ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ നാറ്റക്കോയ തങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് ഊതാൻ പറയുന്ന ഒരു വീഡിയോ ഹൈന്ദവ സഹോദരങ്ങളോട്. അദ്ദേഹത്തിന് തെറ്റുപറ്റി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞാൻ അതിനെ പറ്റിയിട്ടല്ല, ഈ തങ്ങൾ നടത്തുന്ന ആത്മീയ ചൂഷണം, അദ്ദേഹം നടത്തുന്ന ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടുവരാം. കാസർഗോഡ് ജില്ലയിൽ നിന്ന് മിനിങ്ങാന്ന് ഒരു കുടുംബം വന്നു. ഒരു 5-8 ആൾക്കാരുണ്ട്. എന്താ സംഭവം എന്നറിയോ? സംസാരശേഷി നഷ്ടപ്പെട്ടിട്ട് 3 വർഷമായി. എത്ര? 3 കൊല്ലം. ഞാൻ പറഞ്ഞു, ഞാൻ ദ്വാരിക്കാം. ഇവിടെ വന്ന ആ കൊടിമരത്തിന്റെ അവിടെ ദ്വാരുന്നു. ഞാൻ പോണത് കണ്ണേറ് ബാത്തിലായിക്കളാണ്. കണ്ണേറ് ബാത്തിലാക്കി അൽഹംദുലില്ലാ. തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് ആ പൊന്നുമോളെ ഫോണ് വരിക. എന്താ അറിയോ? തങ്ങളിപ്പോ ഞാനാണ് സംസാരം നഷ്ടപ്പെട്ട് ഇവിടെ വന്നപ്പോ എനിക്ക് സംസാരം തിരിച്ചു കിട്ടി. അതൊക്കെ എത്തിയ മക്കളെ പവർ. എന്റെ കറാമത്തല്ല, എനിക്കൊരു കറാമത്തുമില്ല. എനിക്ക് ഊരവേദന വന്നപ്പോ ഞാൻ ആശുപത്രിക്കാൻ പോയത്. തേനൊക്കെ തുറന്നോളി, തേനൊക്കെ തുറന്നോളി. നമ്മളെ നെയ്യത്ത് വെക്കാണ് കേട്ടോ. അതേപോലെ ഹൈന്ദവരായ ഒരുപാട് അമ്മമാരുണ്ട്, ചേച്ചിമാരുണ്ട്. ഇവിടെ ഉണ്ടോ അമ്മമാരും ചേച്ചിമാരും? ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗുരുവായൂരപ്പന് എവിടെ ഇവിടെ ഉണ്ടോ? അവരോട് നിങ്ങൾ അടുത്തുള്ള ഹൈന്ദവ സഹോദരിമാരോട് നമ്മൾ തേതിലൂതുമ്പോ അവരെന്ത് ചെയ്യണം? ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യട്ടെ? നിങ്ങൾ ഊതുന്ന സമയത്ത് അവർ ഊതട്ടെ. നിങ്ങൾ അടുത്തുള്ളവർ പറഞ്ഞു കൊടുത്തേ. അടുത്തിരിക്കുന്ന നമ്മുടെ ചേച്ചിമാരോട് അവർ തേന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിക്കാൻ. ഇത് കുടിക്കുന്നതോടുകൂടി എത്ര വലിയ മാരകമായ രോഗമുണ്ടെന്ന് പരിപൂർണ്ണ ശിഫ അല്ലാഹു തരട്ടെ. 14 വർഷമായി സൗദി അറേബ്യയിലുള്ള എനിക്കിത് കാണുമ്പോൾ ചിരി വരും. ചിരിക്കുന്നല്ല, പൊട്ടിച്ചിരി വരും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ആത്മീയ ചൂഷണം, അതും ഇതിൽ പോയി പെടുന്നത് ഒരു 99% സ്ത്രീകളാണ്. എന്തായാലും ഇദ്ദേഹം ഇതിന് നൽകിയ ഒരു വിശദീകരണമുണ്ട്. ആ വിശദീകരണം ഒന്ന് കേൾക്കാം. ഇന്നലെ വൈകുന്നേരം ആറ്റാശ്ശേരിന്ന് ആടിനെ വിറ്റിട്ട് 6000 ഉറുപ്പിക മക്കൾക്ക് കൊടുന്നു. എത്ര? 6000 ഉറുപ്പിക മക്കൾക്ക് ആറ്റാശ്ശേരിയിൽ ഇന്നലെ മഗ്‌രിബിന്റെ സമയത്ത് കൊടുന്നു. അപ്പോ എന്റെ അടുത്ത് പിന്നെ അമുസ്ലിങ്ങളായവർക്ക് ചികിത്സക്ക് വരും. അപ്പൊ ഞാൻ അവരോട് എന്താ പറയാറിയോ? നിങ്ങളെ മതത്തിൽപ്പെട്ട ദൈവങ്ങളെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ചെയ്തോളി എന്നാ പറയാം. അല്ലാതെ നിങ്ങൾ ഖുർആൻ ഓതിക്കോളി, സലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കോളി ഞാൻ പറയില്ല. ഞാൻ എന്റെ അടുത്ത് വരുന്നവർക്ക് എന്താ പറയാ? ഞാൻ അവരോട് പറയട്ടോ, നിങ്ങളെ മതത്തിൽപ്പെട്ടല്ലേ, അങ്ങനെ ഞാൻ പറയാം. നിങ്ങളെ മതത്തിൽപ്പെട്ട ആളുകളോട് ഞാൻ പറയണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുന്നതുപോലെ നിങ്ങൾ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചോളിട്ടോ. ഞാൻ അതാട്ടോ പറയാം. അല്ലാതെ നിങ്ങള് പിന്നെ വേറൊന്നും ഞാൻ പറയില്ല. പിന്നെ നമ്മൾ എന്റെ തൊട്ടടുത്ത് അമ്പലമുണ്ട്. ഞാൻ എന്താ പറയാ? നിങ്ങൾ എന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം. എന്നെ കാണുന്നതിന് മുമ്പ് പിന്നെ അമ്പലത്തിലൊന്ന് പോയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വരും കേട്ടോ. അപ്പൊ അതുകൊണ്ടെങ്കിലും നിങ്ങളെ വിഷമം മാറട്ടെ. ഞാൻ ചെയ്യാം. ഞാൻ 10,000-കണക്കിന് ആൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ വെച്ചിട്ടും ഞാൻ പറഞ്ഞതെന്താ? ഇതാ ഞാൻ പറഞ്ഞത്. അമുസ്ലിങ്ങളായ അമ്മമാരും ചേച്ചിമാരും അങ്ങനെ തന്നെ പറഞ്ഞത്. അവരോടാണ് എന്ത് ചെയ്യാൻ പറഞ്ഞത്? അവരോടാണ് ഞാൻ പ്രാർത്ഥിച്ചു കൂടാൻ പറഞ്ഞത്. പക്ഷേ യൂട്യൂബിന്റെ റീച്ച് കിട്ടാൻ താടി വെച്ച 4 വർഷമായി എന്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട്. 4 വർഷമായി. നമുക്ക് എല്ലാവർക്കും അറിയാം. 4 വർഷമായി എന്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ ഒരു ചെറിയൊരു വിഷയം കിട്ടിയപ്പോ നായ്ക്കൾക്ക് എല്ലാം കഷ്ണം കിട്ടിയാൽ അത് കടിച്ചു തൂങ്ങും. അതുപോലെ എന്താക്കി എല്ലാം കഷ്ണം എറിഞ്ഞു കൊടുത്തിട്ട് അവരെല്ലാരും പറഞ്ഞിട്ട് എന്നെ കടിച്ചാൽ കീറുക. അള്ളാഹു പരാജയം. ഒരു എൽമ് ശരിക്കും ഞാനൊരു മാപ്പ് പറഞ്ഞിട്ടുണ്ട്. തെറ്റാണെങ്കിൽ അതെന്ത് ചെയ്യണം കേട്ടോ. പിന്നെ അവർ യഥാർത്ഥ ഉസ്താദുമാരായിരുന്നുവെങ്കിൽ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യസ്തുറു അബ്ദൻ ഫിദ്ദുനിയാ ഇല്ലാ സതറുല്ലാഹു യൗമൽ ഖിയാമah. ഒരു മനുഷ്യന്റെ ന്യൂനത വേറൊരാള് മറച്ചു വെച്ചാൽ ആ മനുഷ്യന്റെ ന്യൂനത നാളെ ആഖിറത്തിൽ അല്ലാഹു മറച്ചു വെക്കുമെന്ന് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇനി ഇതിനെ കുറിച്ചിട്ട് ഒന്നും പറയില്ല, ഒന്നും പറയാനുമില്ല. അപ്പോൾ ഈ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എന്ത്? ഒരുപാട് ഹൈന്ദവ സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ മുന്നത്തെ ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ഹൈന്ദവ സുഹൃത്തുക്കളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്, തിരയുണ്ട്. പക്ഷേ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് ഹൈന്ദവ സുഹൃത്തുക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്നാണ്. അവിടെ തന്നെ കളവാണ് പറയുന്നത് തങ്ങൾ.
തങ്ങൾ കളവാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയും കാലം ഇവിടെ സൗദി അറേബ്യയിൽ എനിക്ക് ഇത് കാണുമ്പോൾ ചിറി വരും. നിങ്ങളും ഇതേപോലെ സൗദി അറേബ്യയിലൊക്കെ ഒരു 10-14 വർഷം ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നാട്ടിലെ ആത്മീയ തട്ടിപ്പ് ബിസിനസ് എത്രത്തോളമുണ്ട്, അതിനും നമ്മുടെ പാവപ്പെട്ട സ്ത്രീകൾ, ഈ പ്രവാസികൾ ഗൾഫിൽ പണിയെടുത്ത് ആ ക്യാഷ് കൊണ്ടുപോയിട്ട് ഇത്തരം തട്ടിപ്പുകാർക്ക് കൊടുക്കുമ്പോൾ നല്ലോണം ആലോചിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം തട്ടിപ്പിൽ പോയി പെടരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.